നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഡ്രസ് ഇല്ലാത്തവളെ, ലോക ഫ്രോഡെ, ആദ്യം സ്വയം നന്നായിട്ട് നാട്ടുകാർക്ക് ക്ലാസ് എടുക്ക്. കാട്ടുകോഴി ശങ്കറിനെ താങ്ങിയും മാധ്യമങ്ങളിൽ വന്നിരുന്ന് കുറച്ച് ഡയലോഗ് അടിച്ചും ഫേസ്ബുക്കിൽ കുറച്ച് പോസ്റ്റ് ഇട്ടും ഫാൻസിനെ ഒപ്പിച്ച് സുഖം പിടിച്ചു വരുവായിരുന്നു കുൽസിതമ്മ. അമ്മായിക്കും കുഞ്ഞമ്മയ്ക്കുമൊക്കെ എട്ടിന്റെ പണി വരുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മയെ കയറി തോണ്ടി MA ഷഹനാസ്, തിരിച്ചു കയറി മാന്തി കുഞ്ഞമ്മയും. ഇരുവരും സൈബർ ഇടത്തിൽ ഇപ്പോൾ കിടന്ന് കടിച്ചു കീറുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ പെൺപോര് മുറുകുന്നു. രാഷ്ട്രീയം പറയാനില്ലാത്തവർ വ്യക്തിഹത്യയിലൂടെ കളം നിറയുന്നു. ശ്രീനാദേവിക്ക് നേരെ ഷഹനാസ് രംഗത്ത് വന്നതും ഷഹനാസിനെ തീർക്കാൻ രാഹുൽ ആർമി ഇറങ്ങി എന്ന് വ്യാജ IAS ചമഞ്ഞ് ഒരു കോളേജിനെ തന്നെ ഊഞ്ഞാലാട്ടിച്ച കടപ്പുറം കുമിള ഒപ്പ്. ഉപദേശിക്കാൻ താത്തയ്ക്ക് നല്ല യോഗ്യതയാണല്ലോ നോർക്കുമ്പോഴാ സമാധാനം. ഇത് നിങ്ങൾ തന്നെ പറയണം. പ്രിയ സജീഷാണോ ഷഹനാസ് ആണോ? യഥാർത്ഥ പേരെന്ന് ഉറപ്പില്ലാത്ത ടീമാണ് ശ്രീനാദേവിയെ ചൊറിയുന്നത്. വളവള വായിട്ടലയ്ക്കലല്ല, അണ്ണാക്കിലെ പിരിവെട്ടുന്ന ചോദ്യം ശ്രീന തിരികെ ചോദിക്കും. അപ്പോൾ ഞാൻ കോഴിക്കോട് കടപ്പുറത്തുണ്ട്, കുമിള പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പോസ്റ്റ് ഇട്ട് മുങ്ങരുത് താത്ത. ഷഹനാസിനെ വാരിയെടുത്തിട്ട് അലക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി. അടൂരിൽ CPIയുടെ സ്ഥാനാർത്ഥി പ്രിജി ശശിധരന്റെ പേരിനെ ചൊല്ലി കൂട്ടയടി നടക്കുകയാണ്. CPI സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രിജി ശശിധരൻ പെട്ടെന്ന് പ്രിജി കണ്ണനായി മാറിയത് ചോദ്യം ചെയ്ത് ശ്രീനാദേവി രംഗത്ത് വന്നിരുന്നു. പേരുമാറ്റം അന്തരിച്ച കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ ജനപ്രീതി മുതലെടുക്കാനുള്ള CPIയുടെ തന്ത്രമാണെന്ന് കോൺഗ്രസും ശ്രീനയും വെടിപൊട്ടിച്ചു. ഈ വിഷയത്തിൽ തലയിട്ട് ശ്രീനയെ ചൊറിഞ്ഞ് ഷഹനാസ് രംഗത്ത് വന്നത്. കയറി വന്ന് മോന്തക്കിട്ട് തട്ടും മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷഹനാസ് ഓടിയിരിക്കുന്നത്. ഒരു പേരിലെ കുറ്റം കണ്ടുപിടിക്കുന്ന ശ്രീനാദേവി ഫേക്ക് അഡ്രസ്സുകാരി എന്നാണ് ഷഹനാസ് ആരോപിക്കുന്നത്. ശ്രീനാദേവിയുടെ പേര് പറയാതെ എന്നാൽ അവരാണെന്ന് മനസ്സിലാകുന്ന പ്രയോഗങ്ങൾ നടത്തി നെടുനീളത്തിലൊരു പോസ്റ്റായിരുന്നു ഷഹനാസ് പങ്കുവച്ചത്. ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു രാഷ്ട്രീയ മാലിന്യത്തിനെ വെളുപ്പിക്കാനായി കരാറെടുത്ത കുൽസിതാമ്മയെ കുറിച്ചാണ്. തെക്കൻ ജില്ലക്കാരിയാണ്. ആക്ഷനും ഹൊററും മസാലയും ഒക്കെ വരുന്ന ജീവിതമാണ്. കുറെ എഴുതാനുള്ളത് കൊണ്ട് ആമുഖം ഒന്നിച്ചു പറയുന്നില്ല. തൻ്റെ കണ്ണിലെ വലിയ കോലെടുക്കാതെ മറ്റുള്ള പെണ്ണുങ്ങളുടെ കണ്ണിലെ കരടൊക്കെ എടുത്ത് കുറച്ച് ഫാൻസിനെയൊക്കെ സംഘടിപ്പിച്ച് ഒന്ന് സുഖം പിടിച്ച് വരുവായിരുന്നു നമ്മുടെ കുൽസിതമ്മ. ഒരു തെക്കൻ ജില്ലയിലെ ജനപ്രതിനിധിയാണ് ഇവർ. എന്നാൽ ഇവർ ഈ ജില്ലക്കാരി അല്ലെന്നും വ്യാജമായി ഈ ജില്ലയിൽ വോട്ട് ചേർത്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും അന്നേ ആക്ഷേപമുണ്ട്. കൂടാതെ നിയമ നടപടികളും നേരിടുന്നുണ്ട്. നെറ്റിപ്പട്ടം പോലെ കൊണ്ടു നടക്കുന്ന മെമ്പർ സ്ഥാനം അധികം താമസിയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിച്ചു വാങ്ങും. കാരണം എന്താണെന്നല്ലേ? ശങ്കരനൊത്ത ചക്കി തന്നെ. അത് തന്നെ കാരണം. ആള് ഫുൾ വ്യാജമാണ്. ശങ്കരൻ ആരെന്ന് ഇനി പ്രത്യേകം പറയണ്ടല്ലോ. അഡ്രസ്സ് പോലും വ്യാജമായിട്ടുള്ള ഒരുത്തിയാണ് നാട്ടുകാർക്ക് ക്ലാസ് എടുക്കാൻ നടക്കുന്നത്. വിശദമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ഫോർജറി നടത്തിയാണ് അവർ സ്വന്തമായി ഒരു അഡ്രസ്സ് പോലും ഉണ്ടാക്കിയത്. ഇങ്ങനത്തെ ഒരു അഡ്രസ്സ് ഇല്ലാത്തവളാണ് വല്ലവന്റെയും പോസ്റ്റ് ഷെയർ ചെയ്ത് നടന്നിരിക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നാട്ടിൽ താമസമില്ലാത്ത ഒരു വയോധികയായ സ്ത്രീയുടെ ബന്ധുവാണെന്ന് കള്ള സത്യവാങ്മൂലം എഴുതി കൊടുത്ത് അവർ പോലും അറിയാതെ അവരുടെ പേരിലുള്ള റേഷൻ കാർഡ് സ്വന്തമാക്കി അത് കാണിച്ച് വോട്ടർ പട്ടികയിൽ പേരും ചേർത്താണ് മറ്റൊരു ജില്ലയിൽ നിന്ന് വന്നിട്ടിവർ മെമ്പറായത്. എത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇവിടെ വന്ന് വെർബൽ ഡയേറിയ നടത്താതെ എനിക്കെതിരെ 3-4 പോസ്റ്റ് ഇട്ട നായിക ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞ് എൻ്റെ നാവടപ്പിക്കണമെന്ന് ഫാൻസ് ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ. വ്യാജ അഡ്രസ്സും പേറി നടക്കുന്ന ദ കംപ്ലീറ്റ് വ്യാജത്തിയാണോ ഇത്രയും നാൾ ഈ വളവളാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഞാൻ ചോദിച്ചു എന്നുകൂടി പറഞ്ഞേക്കെ. എന്നെ വിളിക്കുന്ന ഓരോ തെറിയും അമ്മായിക്ക് സമർപ്പിക്കുന്നു. ഇതായിരുന്നു ശ്രീനാദേവിക്കെതിരെ ഷഹനാസ് പങ്കുവച്ച കുറിപ്പ്. ശ്രീനാദേവി പക്ക ഫ്രോഡാണെന്നാണ് ഷഹനാസ് വെച്ചലക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു പെർവേർട്ടിനെ ശ്രീന പിന്തുണയ്ക്കുന്നത് പുരുഷപക്ഷം ആണെന്ന് കാണിക്കാനല്ല, മറിച്ച് കുറച്ച് ഫാൻസിനെ ഉണ്ടാക്കാനാണ് എന്നും ഷഹനാസ് പറയുന്നു. ഉപദേശിക്കാൻ യോഗ്യതയുള്ളവർ പറഞ്ഞിരുന്നെങ്കിൽ 10 ആളെങ്കിലും ഇത് ചർച്ചയാക്കിയേനെ താത്തയായതുകൊണ്ട് പരമപുച്ഛമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്രൂപ്പ് ഇപ്പോൾ ഷഹനാസിന് മറുപടി കൊടുക്കുന്നത്. നീ ഷഹനാസ് ആണോ പ്രിയ സജീഷ് ആണോ എന്ന് ആദ്യം ഉറപ്പിക്കുക, എന്നിട്ടല്ലേ വല്ലവന്റെയും അഡ്രസ്സ് നന്നാക്കൽ. വ്യാജ IASഉം ഇരട്ട പേരുമുള്ള കള്ളിയാണല്ലോ ഇത് പറയുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത്. ഒരു കാര്യം സത്യം, ഇടതുപക്ഷത്ത് നിന്ന് അച്ചാരവും വാങ്ങിയാണ് ഈ കുറിപ്പ്. ഈ വ്യാജ IASകാരി കുരു പൊട്ടിച്ച് അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ മുകളിൽ പോയി പൊട്ടുന്ന വലിയ ഗുണ്ടിന് സമാനമായി തകരും.
സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ എന്നാണ് ഷഹനാസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പോസ്റ്റിന് താഴെ പലരും വന്ന് കമന്റുകൾ ഇടുന്നത്. നിയാസ് മലബാറി ഇവിടെ കമോൺ. ഷഹനാസ് വീണ്ടും ചോദിക്കുന്നു ചില കാര്യങ്ങൾ. ഭാഗം 5 മറുപടി ഉടനെ നിയാസ് കൊടുക്കേണ്ടതാണ്. 1 മുതൽ 4 വരെ ഉള്ളതിന് മറുപടിയില്ല. വ്യാജ IAS മുതൽ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഇതെന്റെ ചേച്ചിയുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞതുവരെ ബാക്കിയുള്ളതിന് കൂടി നിയാസ് മറുപടി കൊടുക്കണമെന്നാണ് നിയാസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഈ കമന്റ് ബോക്സിൽ പലരും ഷഹനാസിനിട്ട് പണി കൊടുക്കുന്നത്. ആഹാ, അവർ ഇനിയും എന്തേലുമൊക്കെ ഇതിന് മറുപടി നൽകും. നിങ്ങൾ പോയി കുമിള വിട്ട് കളിക്കും. ഇനി എത്ര കുമിളകൾ വിടാൻ കിടക്കുന്നു ഇങ്ങനെയാണെങ്കിൽ തുടങ്ങി ഷഹനാസിനെ അലക്കി ഉടുത്ത് അയയിൽ കൊണ്ട് വിരിക്കുന്ന തരത്തിലാണ് രാഹുൽ കൂട്ടരുടെ മറുപടികൾ. ഇങ്ങനെ അടിയും തിരിച്ചടിയും ഒക്കെ ആയിട്ട് സൈബറിടത്തിൽ കിടന്ന് കറങ്ങുകയാണ് രാഹുൽ കൂട്ടരെ പിന്തുണയ്ക്കുന്നവരും രാഹുലിനെ വിമർശിക്കുന്നവരും ശ്രീനാദേവിയെ വിമർശിക്കുന്നവരും ഷഹനാസിനെ തെറിവിളിക്കുന്നവരും ഒക്കെ. അടൂരിലെ പേര് വിവാദം കത്തിയപ്പോൾ AIYF ജില്ലാ സെക്രട്ടറി അഖിൽ ശ്രീനാദേവിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത്. അവർ ഫേക്ക് അഡ്രസ്സിൽ വോട്ട് ചേർത്തുവെന്ന് അഖിൽ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. ആ കുറിപ്പ് പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഷഹനാസും ശ്രീനാദേവിയെ തോണ്ടിയത്. കാരണം ശ്രീനയോട് വലിയൊരു കലിപ്പ് ഷഹനാസിനുണ്ടല്ലോ. രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ച ഘട്ടത്തിലൊക്കെ ഷഹനാസിനെയും വലിച്ചു കീറുന്ന ചില കാര്യങ്ങൾ ശ്രീനാദേവി പച്ചയ്ക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ശ്രീനയോട് നല്ല കലിപ്പിലാണ് ഷഹനാസ്. അപ്പോൾ കിട്ടിയ അവസരത്തിൽ ഒന്ന് കൊട്ടാൻ നോക്കിയതാണ് ഷഹനാസ്. പക്ഷേ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഷഹനാസ് ആദ്യം പങ്കുവെച്ച അഖിലിന്റെ ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. അടൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണൻ എന്ന പേരിനെ ചുറ്റിപ്പറ്റി ചിലർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വിവാദങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സത്യത്തേക്കാൾ പ്രചാരണം അവർക്ക് പ്രധാനമാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വന്നിരിക്കുന്ന ശ്രീനാദേവി ആദ്യം സ്വന്തം രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് സമൂഹത്തോട് വിശദീകരിക്കേണ്ടതുണ്ട്. വ്യാജവിലാസത്തിൽ വോട്ട് ചേർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളാണ് ശ്രീനാദേവി എന്ന കാര്യം പൊതുസമൂഹം മറന്നിട്ടില്ല. അതുപോലെ കേരളം മുഴുവൻ അറിയുന്ന വ്യാജ പ്രചാരണങ്ങളുടെ മുഖമായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഇടതുപക്ഷത്തിനെതിരെ പിന്തുണ നൽകിയ വ്യക്തിയുമാണ് അവർ. ഇപ്പോൾ അവർ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ പേരിനെയാണ്. പ്രിജി ശശിധരൻ എന്ന പേരിലെ ശശിധരൻ അവളുടെ അച്ഛന്റെ പേരാണ്. കണ്ണൻ എന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലത്ത് പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹം ചെയ്ത അന്നത്തെ AISF നേതാവും ഇന്ന് AIYF സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കണ്ണന്റെ പേരുമാണ്. ഒരു സ്ത്രീ തന്റെ അച്ഛന്റെയും ഭർത്താവിന്റെയും പേരുകൾ ചേർത്തുപയോഗിക്കുന്നത് കേരള സമൂഹത്തിൽ അപൂർവമോ അത്ഭുതമോ അല്ല. അതിനെ രാഷ്ട്രീയ കുപ്രചാരണമായി വളച്ചൊടിക്കുന്നത് ദൗർഭാഗ്യകരമായ രാഷ്ട്രീയ ദാരിദ്ര്യത്തിന്റെ തെളിവാണ്. MG കണ്ണൻ എന്ന പേര് ഉച്ചരിക്കാൻ പോലും ഇന്ന് കോൺഗ്രസിന് എന്ത് ധാർമ്മികത അവകാശമാണുള്ളത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു. അടൂരിന്റെ ജനനേതാവായിരുന്ന MG കണ്ണൻ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട കാലത്ത് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും മുന്നോട്ടുള്ള പോക്കിനു വേണ്ടി കോൺഗ്രസ് നൽകിയ സഹായം എത്രയാണ്? കോടികൾ കടമായി കയറിയ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിനായി കോൺഗ്രസ് നൽകിയ സഹായത്തിന്റെ തുക പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്നു പറയാനുള്ള ധൈര്യം അവർക്കുണ്ടോ? MG കണ്ണൻ അടൂരിന്റെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത നേതാവായിരുന്നു. ജീവിതത്തിന്റെ കഠിന സാഹചര്യങ്ങൾക്കിടയിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവജന രാഷ്ട്രീയത്തിലും പോരാടി വളർന്ന ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ തന്നെ വിദ്യാർത്ഥി സംഘടനാ കാലം മുതൽ പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു യുവ നേതാവാണ് പ്രിജി കണ്ണൻ. സൗകര്യങ്ങളുടെ വഴിയല്ല, ത്യാഗങ്ങളുടെ വഴിയാണ് അവർ നടന്നത്. വളഞ്ഞ വഴികളിലൂടെയോ വ്യാജവിലാസങ്ങളിലൂടെയോ അധികാരത്തിലേക്ക് എത്തിയവർക്ക് അത്തരമൊരു ജീവിതയാത്ര മനസ്സിലാകാത്തത് സ്വാഭാവികമാണ്. ഇന്ന് കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവജന പ്രസ്ഥാനങ്ങളിലും ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിട്ട് ത്യാഗപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അനേകം ചെറുപ്പക്കാരുണ്ട്. ആ പാതയിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ് പ്രിജി കണ്ണൻ. അവരുടെ വഴി നേരായതാണ്, അവരുടെ രാഷ്ട്രീയം തുറന്നതാണ്, അവരുടെ വിശ്വാസം ജനങ്ങളിലാണ്. അതിനാൽ വ്യാജ ആരോപണങ്ങൾ കൊണ്ടല്ല, ജനങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് അടൂരിൽ ചരിത്രം എഴുതപ്പെടുക. പ്രിജി കണ്ണൻ നേരായ വഴിയിലെ ഒരു പോരാളി. അടൂരിന്റെ ജനങ്ങൾ അതിനെ തിരിച്ചറിയുമെന്നും അഖിൽ കുറിച്ചത്. ഒന്നിനു വേണ്ടിയും, അത് പ്രണയത്തിന് വേണ്ടിയായാലും അധികാരത്തിന് വേണ്ടിയായാലും ലിവിങ് റിലേഷൻ ആയാലും പേരിന് വേണ്ടിയാണെങ്കിലും അന്തസ് കാണിക്കണം, അന്തസ്. കോട്ടയംകാരൻ അതിജീവനൊപ്പമാണ് ഞാൻ, അവനൊപ്പം ലിവിങ് റിലേഷൻ തെറ്റല്ല, അതിന് മാന്യത കാണിക്കണം. ശ്രീനാദേവിയെ കട്ടയ്ക്ക് വിമർശിച്ചായിരുന്നു അഖിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. ശ്രീനാദേവിയുടെ മുൻപത്തെ ചില റിലേഷനുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുകൂടിയായിരുന്നു ഈ ഒരു പോസ്റ്റ് അഖിൽ പങ്കുവച്ചത്. ഈ പോസ്റ്റ് ഒന്ന് റീപോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഷഹനാസ് കുറിപ്പ് പങ്കുവച്ചത്.
ആ കുറിപ്പിന് താഴെ പക്ഷേ ഷഹനാസ് വിചാരിച്ചതുപോലത്തെ ഒരു പിന്തുണയല്ല കിട്ടിയത്. മറിച്ച് വലിയ തെറിവിളികളും ബഹളങ്ങളും ഒക്കെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഷഹനാസും റിനിയും ഒക്കെ എന്തെങ്കിലും വാ തുറക്കുന്നുണ്ടോ എന്ന് നോക്കി. കാരണം അവരെ സൈബർ ഇടത്തിൽ വലിച്ചു കീറുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഷഹനാസ് പോസ്റ്റ് പങ്കുവെച്ച് തൊട്ടടുത്ത നിമിഷം തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി വന്ന് പൊങ്കാലയിടുകയും ചെയ്തു. പ്രജി കണ്ണനെ വിമർശിച്ചുകൊണ്ട് ശ്രീനാദേവി പങ്കുവെച്ച ആ ഒരു കുറിപ്പ് കൂടി നമുക്കൊന്ന് നോക്കണം. അതിങ്ങനെയാണ്: അടൂർ നിയോജക മണ്ഡലത്തിലെ CPIയുടെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതായി കണ്ടു. അവർ 2020-25 കാലത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും 3 മാസം മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് കൊല്ലം കരീപ്ര പഞ്ചായത്തിലെ വാർഡിൽ തോറ്റപ്പോഴും കുറച്ചു നിമിഷം മുൻപ് വരെയും സ്വന്തം ഫേസ്ബുക്ക് പ്രൊഫൈലിലും അവരുടെ പേരിന്റെ കൂടെ ശശിധരനായിരുന്നു, കണ്ണൻ ഇല്ലായിരുന്നു. അടൂരിന്റെ ജനനേതാവ് MG കണ്ണന്റെ ഭാര്യയാണ് അവർ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് ഈ പേരുമാറ്റമെങ്കിൽ പത്തനംതിട്ടയിലെ CPI നേതൃത്വത്തിന് തെറ്റി. MG കണ്ണനെ അടൂരിലെ ജനത ഹൃദയത്തിൽ സ്വീകരിച്ചതാണ്. MG കണ്ണൻ കോൺഗ്രസുകാരനാണ്. രാഷ്ട്രീയ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരുപാട് ഹൃദയബന്ധങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഭാര്യയുടെ പേര് സജിത എന്നാണ്, സജിത കണ്ണൻ എന്നാണ്. ഇത്തരത്തിൽ CPIയുടെയും ഇടതുപക്ഷത്തിന്റെയും തരംതാണ രാഷ്ട്രീയ നിലവാരം വ്യക്തമാക്കുന്ന പ്രവർത്തികൾ ഇനിയും തുടരുക. അടൂരിലെ ജനങ്ങൾ, മനുഷ്യർ, രാഷ്ട്രീയ ബോധമുള്ളവർ നിങ്ങളെ വിലയിരുത്തും. ഇതിന് മറുപടിയുമായിട്ട് AIYF ജില്ലാ സെക്രട്ടറി അഖിൽ തൊട്ടടുത്ത നിമിഷം തന്നെ രംഗത്തെത്തിയിരുന്നു. ഒരു സ്ത്രീ അച്ഛന്റെയും ഭർത്താവിന്റെയും പേരുകൾ ചേർത്ത് ഉപയോഗിക്കുന്നത് കേരള സമൂഹത്തിൽ അത്ഭുതമല്ലെന്നായിരുന്നു അഖിൽ പറഞ്ഞത്. ആ ഒരു പോസ്റ്റിനകത്തായിരുന്നു ശ്രീനാദേവിയെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് അഖിൽ പലതും പങ്കുവച്ചത്. ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഒരു വെടിക്കുള്ള മരുന്നുണ്ട് എന്ന് കരുതി തന്നെയാണ് ഷഹനാസ് അതെടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ശ്രീനാദേവിയെ വീണ്ടും ഒന്ന് കയറി തോണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെയൊക്കെ സൈബർ ഇടത്തിലെ പോര് പലപ്പോഴും അതിരുകടക്കുകയാണ്. യുവനേതാക്കളിൽ പലരും സൈബർ ഇടത്തിലാണ് അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ നോക്കുന്നത്. പണ്ടൊക്കെ നേതാക്കൾ അടിയും തല്ലും കൊണ്ട് റോഡിൽ വളർന്നു വന്നതെങ്കിൽ എല്ലാ പാർട്ടിക്കാരുടെയും ഇപ്പോഴത്തെ യുവ നേതാക്കളുടെ രീതിയൊക്കെ അങ്ങ് മാറിയിരിക്കുകയാണ്. സൈബർ ഇടത്തിൽ കുറച്ച് ഫാൻസ് ഉണ്ടായാൽ ജനം ശ്രദ്ധിച്ചു തുടങ്ങും. കാര്യങ്ങൾ എളുപ്പമായെന്ന് യുവ നേതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വിഷയം വന്നാലും ഇവർ ചാടി ഇറങ്ങി സൈബർ ഇടം കത്തിക്കും. ഫാൻസുകാർ ഓരോ പക്ഷത്തായി നിന്ന് പരസ്പരം കടിച്ചു കീറും. നേതാക്കൾക്ക് പിന്നെ സൈഡിലിരുന്ന് ഈ പോരടി കണ്ടാൽ മതി, ഇടയ്ക്ക് വീണ്ടും ഒന്ന് കൊഴുപ്പിച്ചാൽ മതി. അതാണ് ഈ വിഷയത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രീനാദേവിയെ വിമർശിച്ച് ഷഹനാസ് വരുന്നു, ഷഹനാസിനെ വലിച്ചു കീറി രാഹുൽ ആർമി വരുന്നു. ഇതിങ്ങനെ നീണ്ടുപോകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.